കാഞ്ഞാണിയിൽ വൻ കഞ്ചാവ് വേട്ട. അന്തിക്കാട് പോലീസ് പിടികൂടിയത് 42 കിലോ കഞ്ചാവ്. എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികളായ 2 പേർ പിടിയിൽ. TNT കുറിക്കമ്പനിയെക്കുറിച്ച് കൂടുതൽ പരാതികൾ. കുന്നംകുളം സ്റ്റേഷനിൽ മാത്രം ലഭിച്ചത് 400-ലേറെ പരാതികൾ. കുറിക്കമ്പനിയുടെ കുന്നംകുളം ശാഖയിൽ പോലീസ് പരിശോധന നടത്തി. ഹർത്താലിനെതിരെ ഹൈക്കോടതി. മിന്നൽ ഹർത്താൽ ആഹ്വാനം ക്രിമിനൽ കുറ്റമെന്ന കോടതി. ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തു. യൂത്ത് കോൺഗ്രസിന്റെ അപ്രതീക്ഷിത ഹർത്താലിൽ വലഞ്ഞ് ജനം. തൃശൂരിൽ നടത്തിയ പ്രകടനത്തിൽ സംഘർഷം. കോൺഗ്രസിലെ സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥികളെ തള്ളി DCC പ്രസിഡന്റ്. സ്ഥാനാർത്ഥികളെ ഹൈക്കമാൻഡ് നിശ്ചയിക്കുമെന്ന് TN പ്രതാപൻ. ജയം മാത്രമായിരിക്കും സ്ഥാനാർത്ഥി നിർണയത്തിലെ മാനദണ്ഡമെന്നും പ്രതാപൻ. പ്രസിദ്ധമായ മച്ചാട് തിരുവാണിക്കാവ് മാമാങ്കം ചൊവ്വാഴ്ച. മാമാങ്കം എഴുന്നള്ളിപ്പിനുള്ള കുതിരകൾ ഒരുക്കത്തിന്റെ അവസാന ഘട്ടത്തിൽ. ആവേശത്തിമർപ്പിൽ തട്ടകങ്ങൾ. കാഞ്ഞാണിയിൽ വൻ കഞ്ചാവ് വേട്ട. 42 കിലോ കഞ്ചാവുമായി 2 എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികളെ അന്തിക്കാട് SI KS സൂരജ് അറസ്റ്റ് ചെയ്തു. അന്തിക്കാട് കാഞ്ഞാണി മേഖലകളിൽ കഞ്ചാവ് സംഘങ്ങൾ വ്യാപകമാണെന്ന വിവരത്തെ തുടർന്ന് പോലീസ് ഒരുക്കിയ വലയിലാണ് വിദ്യാർത്ഥികൾ കുടുങ്ങിയത്. കാഞ്ഞാണി ബസ് സ്റ്റാൻഡ് പരിസരത്ത് വലിയ 2 ട്രോളി ബാഗിലായി കഞ്ചാവുമായി ഇടനിലക്കാരെ കാത്തുനിന്ന വിദ്യാർത്ഥികളെ പോലീസ് വളഞ്ഞു പിടികൂടുകയായിരുന്നു. ആലുവ കൊളങ്ങാട്ടുപറമ്പിൽ വീട്ടിൽ അഹമ്മദ്, പട്ടാമ്പി ഹരിദിവ്യത്തിൽ രോഹിത് എന്നിവരെയാണ് അന്തിക്കാട് SI KS സൂരജ് അറസ്റ്റ് ചെയ്തത്. ഇവർ 2 പേരും കറുകുറ്റി SCMS എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികളാണ്. 42 കിലോ കഞ്ചാവാണ് ഇവരിൽ നിന്നും പിടിച്ചെടുത്തത്. വിപണിയിൽ ഇതിന് കോടികൾ വിലമതിക്കും. ആന്ധ്രയിൽ നിന്നാണ് സംഘം കഞ്ചാവ് വരുത്തുന്നത്. ഇവർ പഠിക്കുന്ന എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾക്കും കഞ്ചാവ് വിതരണം ചെയ്യുന്നുണ്ടെന്ന് പോലീസ് ചോദ്യം ചെയ്തപ്പോൾ വ്യക്തമായി. ലഹരി വിരുദ്ധ സ്ക്വാഡിന്റെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് ഞങ്ങൾ 2 കേസുകൾ പിടിച്ചിട്ടുണ്ടായിരുന്നു, കഞ്ചാവ് കേസുകൾ പിടിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നുള്ള കൂടുതൽ അന്വേഷണത്തിൽ പുറമെ നിന്നുള്ള പലരും അന്തിക്കാട് മേഖലയിലേക്ക് വന്ന് കച്ചവടം നടത്തുന്നുള്ളതായിട്ടുള്ള ഒരു അറിവ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇത് 2 എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളാണ്. അവരുടെ കയ്യിൽ നിന്ന് 42 കിലോ കഞ്ചാവ് കണ്ടെടുക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ആഡംബര ചെലവിനായി അധിക പണം കണ്ടെത്താൻ വേണ്ടിയാണ് കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്നതെന്ന് വിദ്യാർത്ഥികൾ പോലീസിനോട് പറഞ്ഞു. അന്തിക്കാടും തീരദേശ മേഖലയിലുമുള്ള ഇടനിലക്കാർക്ക് എത്തിച്ച കഞ്ചാവാണ് പിടിച്ചെടുത്തത്. ഇടനിലക്കാർ വഴി വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യുകയാണ് ലക്ഷ്യമെന്നും പ്രതികൾ പറഞ്ഞു. മാസങ്ങൾ നീണ്ട പ്രയത്നത്തിലാണ് കഞ്ചാവ് എത്തിക്കുന്ന പ്രധാന കണ്ണികളെ അന്തിക്കാട് പോലീസ് വലയിലാക്കിയത്. 2 മാസം മുൻപ് അരിമ്പൂരിൽ നിന്ന് 500 ഗ്രാം ചരസും പെരിങ്ങോട്ടുകരയിൽ നിന്ന് കഞ്ചാവും പിടികൂടിയിരുന്നു. തുടർന്ന് അന്തിക്കാട് SI KS സൂരജിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘമുണ്ടാക്കി അന്വേഷണം നടത്തിവരികയായിരുന്നു. ചെറിയ കേസുകളിൽ പിടിക്കപ്പെടുന്നവരെ ചോദ്യം ചെയ്ത് പലവിധ നിരീക്ഷണങ്ങൾക്കൊടുവിൽ കൃത്യമായ ആസൂത്രണത്തോടെയായിരുന്നു അറസ്റ്റ്. സീനിയർ CPO രാജേഷ്, CPOമാരായ ഷിഹാബ്, ഷറഫുദ്ദീൻ, കൃഷ്ണകുമാർ, സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ റഷീദ് എന്നിവരാണ് പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നത്. TCV അന്തിക്കാട്. കോളേജിൽ വിദ്യാർത്ഥികൾക്കിടയിൽ ചെറിയ രീതിയിൽ തുടങ്ങിയ കഞ്ചാവ് കച്ചവടം മെച്ചപ്പെട്ടതാണ് വൻതോതിൽ കച്ചവടത്തിനായി അഹമ്മദിനെയും രോഹിത്തിനെയും പ്രേരിപ്പിച്ചത്. എഞ്ചിനീയറിംഗ് കോളേജിലെ പഠനത്തിന്റെ തുടക്കം മുതൽ ഇവർ കോളേജ് ഹോസ്റ്റലിലായിരുന്നു താമസം. സാമ്പത്തികമായി പിന്നിലല്ലാത്ത ഇവർ ലഹരി ഉപയോഗത്തിന് അടിമപ്പെട്ടതോടെ മറ്റു ചില വിദ്യാർത്ഥികളും ചേർന്ന് കോളേജിന് പുറത്ത് വീട് വാടകയ്ക്കെടുക്കുകയായിരുന്നു. തുടക്കത്തിൽ കഞ്ചാവ് വലി മാത്രമായിരുന്നു. പിന്നീടങ്ങോട്ട് ആർഭാട ജീവിതത്തിന് വരുമാനമാർഗമാക്കി മാറ്റാൻ കഞ്ചാവ് വിൽപ്പന ആരംഭിച്ചു. കോളേജിലെ തന്നെ വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് വിൽപ്പന നടത്തി ചെറിയ രീതിയിലായിരുന്നു തുടക്കം. ആവശ്യക്കാരും വരുമാനവും കൂടിയതോടെ കച്ചവടം ഇതര ജില്ലകളിലേക്കും വ്യാപിപ്പിച്ചു. വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് എത്തിച്ചു നൽകുന്നവർക്ക് ഇവർ മുഖാന്തരമായി പിന്നീട് കച്ചവടം. ആന്ധ്രയിൽ നിന്നും വിദ്യാർത്ഥികൾ കഞ്ചാവ് എത്തിച്ച് വിതരണം തുടങ്ങി. അന്തിക്കാടും തീരദേശ മേഖലയിലുമുള്ള ഏജന്റുമാർക്ക് കഞ്ചാവ് കൈമാറാനായി രാത്രിയിൽ കാഞ്ഞാണി ബസ് സ്റ്റാൻഡ് പരിസരത്ത് കാത്തുനിൽക്കുമ്പോൾ ഇവരുടെ വരവറിഞ്ഞ് കാത്തുനിന്ന അന്തിക്കാട് പോലീസ് ഇവരെ പിടികൂടുകയായിരുന്നു. TCV അന്തിക്കാട്. കോടികളുടെ കുരുത്തട്ടിപ്പ് നടത്തിയ TNT കുറിക്കമ്പനിയുടെ കുന്നംകുളം ശാഖയിൽ പോലീസ് പരിശോധന നടത്തി. പണം നഷ്ടപ്പെട്ട 400-ലേറെ പരാതികൾ കുന്നംകുളം സ്റ്റേഷനിൽ ലഭിച്ച പശ്ചാത്തലത്തിലാണ് പോലീസ് റെയ്ഡ് നടത്തിയത്. CI KG സുരേഷ് കുമാർ, SI UK ഷാജഹാൻ എന്നിവരുടെ നേതൃത്വത്തിൽ സൈബർ വിങ്ങിന്റെ കൂടി സഹായത്തോടെയാണ് പരിശോധന നടത്തിയത്. കുറി വട്ടമെത്തിയവർക്കും വിളിച്ചെടുത്തവർക്കുമായി 2 കോടിയിലേറെ രൂപ ഫെബ്രുവരി 20-നകം നൽകാമെന്ന് ഉറപ്പു നൽകിയിരുന്ന കുന്നംകുളത്തെ ശാഖ കഴിഞ്ഞ വ്യാഴാഴ്ചയോടെ അടച്ചിടുകയായിരുന്നു. പണം ലഭിക്കാനുള്ളവർ ജീവനക്കാരെ ബന്ധപ്പെട്ടപ്പോൾ ഉടമകൾ മുങ്ങിയെന്നായിരുന്നു മറുപടി. 40ഓളം ശാഖകളുള്ള കമ്പനിയുടെ മുഴുവൻ ശാഖകളും ഇതേ ദിവസം തന്നെ അടച്ചു. പണം നഷ്ടപ്പെട്ടവർ കൂട്ടത്തോടെ പരാതിയുമായി പോലീസ് സ്റ്റേഷനിലെത്തിയതോടെ പ്രതികൾക്കായി തിരച്ചിൽ നടത്തിയെങ്കിലും ഇവർ മുങ്ങിയിരുന്നു. ജില്ലയിലുടനീളം 2000-ലേറെ പരാതികളാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത്. ഉടമകളുടെ സാമ്പത്തിക സ്രോതസ് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കാനാണ് റെയ്ഡിലൂടെ പോലീസ് ശ്രമിക്കുന്നത്.
യൂത്ത് കോൺഗ്രസ് ഹർത്താൽ കോടതി അലക്ഷ്യമെന്ന് ഹൈക്കോടതി. ഹർത്താലിനെതിരെ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തു. ഹർത്താലിന് മുൻപ് നോട്ടീസ് നൽകണമെന്ന നിബന്ധന പാലിക്കാത്തതിലാണ് നടപടി. ക്രിമിനൽ കുറ്റമാണ് ഹർത്താൽ ആഹ്വാനത്തിലൂടെ ഉണ്ടായിരിക്കുന്നതെന്ന് കോടതി വിലയിരുത്തി. ഹർത്താൽ ആഹ്വാനം ചെയ്ത ഡീൻ കുര്യാക്കോസിനെതിരെ നടപടിയുണ്ടാകുമെന്ന് കോടതി വ്യക്തമാക്കി. ഹർത്താലിൽ തടസ്സപ്പെട്ട പൊതുഗതാഗതം പുനഃസ്ഥാപിക്കണമെന്നും ഹർത്താലിനോടനുബന്ധിച്ചുള്ള ആക്രമണങ്ങളുടെ വീഡിയോ ഹാജരാക്കാനും കോടതി നിർദ്ദേശിച്ചു. ഗതാഗതം നിർത്തിവെക്കുന്നത് കോടതി ഉത്തരവിന്റെ ലംഘനമായാണ് കണക്കാക്കുക. ഹർത്താലിന്റെ പേരിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടരുതെന്നും കോടതി നിർദ്ദേശിച്ചു. മാധ്യമങ്ങൾക്കും കോടതി നിർദ്ദേശമുണ്ട്. മിന്നൽ ഹർത്താൽ ആഹ്വാനം വാർത്തയാക്കരുതെന്നാണ് കോടതി നിർദ്ദേശം. മിന്നൽ ഹർത്താൽ നിയമവിരുദ്ധമാണ്. ഹർത്താൽ സംബന്ധിച്ച് കോടതി സർക്കാരിനോട് വിശദമായ റിപ്പോർട്ട് തേടി. യൂത്ത് കോൺഗ്രസ് ആഹ്വാനം ചെയ്ത സംസ്ഥാന ഹർത്താലിന്റെ ഭാഗമായി തൃശൂരിൽ നടത്തിയ പ്രകടനത്തിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് നേരിയ തോതിൽ ലാത്തി വീശി. തൃശൂർ DCC ഓഫീസിൽ നിന്ന് ആരംഭിച്ച പ്രകടനം അക്രമാസക്തമായിരുന്നു. പലയിടങ്ങളിലും പ്രവർത്തകർ ബാരിക്കേഡുകൾ മറച്ചിട്ടു. ഫ്ലക്സുകൾ വലിച്ചുകീറാൻ ശ്രമിച്ചത് പോലീസ് തടഞ്ഞത് പലയിടങ്ങളിലും സംഘർഷത്തിന് ഇടയാക്കി. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും നടന്നു. തുടർന്ന് കമ്മീഷണർ ഓഫീസിന് 100 മീറ്റർ അകലെ മാർച്ച് പോലീസ് തടഞ്ഞു. പ്രതിഷേധ ധർണ DCC വൈസ് പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് പാർലമെന്റ് പ്രസിഡന്റ് ഷിജു വെളിയത്ത് അധ്യക്ഷനായിരുന്നു. KL ജെയ്സൺ, ജലീൽ ജോൺ, സജീവൻ കുരിയച്ചിറ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. പ്രകടനം കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ തൃശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റം നടന്നു. തുടർന്ന് പോലീസ് ലാത്തി വീശി. ലാത്തിചാർജിൽ തൃശൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് ജലീൽ ജോണിന് പരിക്കേറ്റു. 19 പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ഹർത്താലിനിടെ വാടാനപ്പള്ളിയിലും വലപ്പാട് നടന്ന ഉപരോധം നേരിയ സംഘർഷത്തിനിടയാക്കി. വാടാനപ്പള്ളി, നാട്ടിക, തളിക്കുളം, വലപ്പാട് മേഖലകളിൽ ഹർത്താൽ പൂർണ്ണമായി. രാവിലെ ഏതാനും വ്യാപാര സ്ഥാപനങ്ങൾ തുറന്നെങ്കിലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെത്തി അടപ്പിച്ചു. തൃപ്രയാർ മിനി സിവിൽ സ്റ്റേഷനിൽ തുറന്ന സർക്കാർ സ്ഥാപനങ്ങളും നാട്ടിക കൃഷിഭവനും പ്രവർത്തകർ അടപ്പിച്ചു. വാടാനപ്പള്ളിയിൽ ഹർത്താൽ അനുകൂലികൾ നടത്തിയ പ്രതിഷേധ പ്രകടനം പിന്നീട് ദേശീയപാത ഉപരോധത്തിലേക്ക് മാറി. പ്രകടനത്തിനിടെ ഇതുവഴി വന്ന KSRTC ബസ് ദേശീയപാതയിൽ പ്രവർത്തകർ തടഞ്ഞു. തുടർന്ന് സ്ഥലത്തെത്തിയ വാടാനപ്പള്ളി പോലീസ് കോൺഗ്രസ്, മഹിളാ കോൺഗ്രസ് നേതാക്കൾ അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. ഇവരെ പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചു. വലപ്പാട് വാഹനങ്ങൾ തടഞ്ഞതിന് ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭ സുബിൻ, KSU ജില്ലാ സെക്രട്ടറി വൈശാഖ് വേണുഗോപാൽ എന്നിവർ ഉൾപ്പെടെ 9 പേരെ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു. മൊത്തം 20 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ഹർത്താലിനിടയിൽ വേലൂരിൽ പ്രശസ്ത നാടകകൃത്തും സംവിധായകനുമായ ഇന്ദ്രൻ മച്ചാടിന് നേരെ ആക്രമണം. ഇന്ദ്രൻ മച്ചാട് സഞ്ചരിച്ചിരുന്ന ഓട്ടോറിക്ഷയുടെ ചില്ല് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അടിച്ചു തകർത്തു. രാവിലെ നടന്ന പ്രകടനത്തിനിടയിലാണ് അപകടമുണ്ടായത്. പ്രകടനം വരുന്നത് കണ്ട് ഓട്ടോറിക്ഷ റോഡരികിൽ ഒതുക്കി നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. പ്രകടനം അടുത്തെത്തിയപ്പോൾ പിൻനിരയിലുണ്ടായിരുന്ന പ്രവർത്തകർ ഓട്ടോ ഡ്രൈവർ തെക്കുംകര സ്വദേശി ഷാരൂഖ് ഖാനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമമുണ്ടായി. ഇത് കണ്ട ഇന്ദ്രൻ മച്ചാട് നാടകപ്രവർത്തകനാണെന്നും വേലൂരിൽ നാടകം കാണാൻ എത്തിയതാണെന്നും അറിയിച്ചപ്പോൾ ഓട്ടോറിക്ഷയുടെ ചില്ല് അടിച്ചു തകർക്കുകയും ഇന്ദ്രൻ മച്ചാടിനെ ഓട്ടോറിക്ഷയിൽ നിന്നും വലിച്ചിറക്കി കയ്യേറ്റം ചെയ്യുകയുമായിരുന്നു. സ്ഥലത്തുണ്ടായിരുന്ന പോലീസ് എത്തിയാണ് ഡ്രൈവറെയും ഇന്ദ്രൻ മച്ചാടിനെയും രക്ഷപ്പെടുത്തിയത്. സംഭവത്തിൽ കണ്ടാലറിയാവുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ എരുമപ്പെട്ടി പോലീസ് കേസെടുത്തു. ഇന്ന് രാവിലെ ഞാൻ നാട്ടിൽ നിന്ന് ഒരു ഓട്ടോറിക്ഷ വിളിച്ച് പോകും. അവിടെ വന്നുകൊണ്ടിരിക്കുമ്പോൾ വേലൂർ വെച്ചിട്ടൊരു പ്രകടനം വരാണ്ടപ്പോൾ ഞങ്ങൾ വണ്ടി ഒതുക്കി ഓഫ് ചെയ്തിട്ടു. അപ്പോഴേക്കും ബാക്കിൽ വരുന്ന 2 പേര് വന്നിട്ട് ആ ഓട്ടോറിക്ഷയിൽ ഇടിച്ച് ചില്ലൊക്കെ തകർത്ത് ഭയങ്കര അസഭ്യം പറഞ്ഞ് വലിച്ചിറക്കാനൊക്കെ നോക്കുന്നൊരവസ്ഥയുണ്ടായി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ക്രൂരമായ കൊലപാതകത്തെ CPM-ന് ഒരു തരത്തിലും ന്യായീകരിക്കാനാകില്ലെന്നും CPM-ന്റെ എല്ലാ ശക്തി സ്രോതസ്സും തകർന്നുകൊണ്ടിരിക്കുകയാണെന്നും DCC പ്രസിഡന്റ് TN പ്രതാപൻ പറഞ്ഞു. കോൺഗ്രസ് പ്രവർത്തകരുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് തൃശൂർ നിയോജകമണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ നഗരത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രതാപൻ. DCC വൈസ് പ്രസിഡന്റ് IP പോൾ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് നേതാക്കളായ അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത്, രാജൻ ജെ പല്ലൻ, ജോസ് വള്ളൂർ, CC ശ്രീകുമാർ, ജോൺ ഡാനിയേൽ, UDF ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ഇനിയൊരു ഇടവേള. ചില യാത്രകൾ പൂർണ്ണത തേടിയുള്ളതാണ്, പൈതൃകം തേടിയുള്ളതാണ്, പരിശുദ്ധി തുടിക്കുന്ന പട്ട് തേടിയുള്ളതാണ്.
വൻ നഗരങ്ങളിലൂടെ, ചെറു പട്ടണങ്ങളിലൂടെ, അറിയപ്പെടാത്ത ഗ്രാമങ്ങളിലൂടെ, ലോകത്തിലെ ഏറ്റവും മികച്ച പട്ട് തേടിയുള്ള യാത്ര. കല്യാൺ സിൽക്സ്, പട്ടിന്റെ ഹൃദയത്തിലൂടെ ഒരു തീർത്ഥയാത്ര. കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലെ തിരിച്ചടികൾ പരിഹരിച്ച് ജില്ലയിലെ 3 പാർലമെന്റ് മണ്ഡലവും തിരിച്ചുപിടിക്കുവാനുള്ള ഉദ്യമമാണ് തുടരുന്നതെന്ന് DCC പ്രസിഡന്റ് TN പ്രതാപൻ. ആരും സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥികളായി രംഗത്തില്ലെന്നും വിജയം മാത്രമായിരിക്കും ഏക മാനദണ്ഡമെന്നും പ്രതാപൻ. കഴിഞ്ഞ പാർലമെന്റ്, നിയമസഭ, തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലുണ്ടായ തോൽവികൾ കണക്കിലെടുത്ത് ബൂത്ത് തലത്തിൽ പാർട്ടിയെ ശക്തിപ്പെടുത്താനും അതുവഴി തൃശൂർ, ചാലക്കുടി, ആലത്തൂർ ലോക്സഭാ മണ്ഡലങ്ങൾ തിരിച്ചുപിടിക്കാനുമാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നതെന്ന് TN പ്രതാപൻ TCVയോട് പറഞ്ഞു. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും തൃശൂർ ജില്ലയിൽ കോൺഗ്രസിനും UDFനും പരാജയമുണ്ടായിട്ടുണ്ട്. ആ യാഥാർത്ഥ്യബോധം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ താഴെ തലത്തിൽ, പ്രത്യേകിച്ചും ഫീൽഡിൽ, ബൂത്തിലേക്കാണ് ഞങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഞങ്ങൾ ഈ 3 പാർലമെന്റ് സീറ്റുകൾ കോൺഗ്രസ് തിരിച്ചു പിടിക്കുക എന്നതാണ് ഞങ്ങളുടെയും. ജയം മാത്രമായിരിക്കും സ്ഥാനാർത്ഥി നിർണയത്തിലെ ഏക മാനദണ്ഡം. ആരും സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥികളായി രംഗത്തില്ലെന്നും ഹൈക്കമാൻഡാണ് സ്ഥാനാർത്ഥികളെ അന്തിമമായി നിശ്ചയിക്കുകയെന്നും പ്രതാപൻ വ്യക്തമാക്കി. വ്യക്തികളെക്കാൾ അപ്പുറത്ത് ഒരു ഐഡിയോളജിക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ്. അങ്ങനെ ആരും സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥികൾ വന്നിട്ടില്ല. മാധ്യമങ്ങളിൽ ചില പേരുകളൊക്കെ വരുന്നു എന്നല്ലാതെ ജയിക്കാൻ സാധ്യതയുള്ള, വിന്നിംഗ് ചാൻസ് ഉള്ള ആളെ തന്നെയാണ് കോൺഗ്രസ് എടുക്കുന്നത്. പ്രതാപന്റെ പേര് തൃശൂർ, ചാലക്കുടി മണ്ഡലത്തിൽ ഉയർന്നു കേൾക്കുന്നുണ്ടല്ലോ എന്ന ചോദ്യത്തോട് അദ്ദേഹത്തിന്റെ പ്രതികരണം ഇപ്രകാരമായിരുന്നു. സ്വീപ്പിംഗ്, തൂപ്പുകാരനാവാനാണ് പാർട്ടി പറഞ്ഞത്. ഞാൻ പാർട്ടി ഓഫീസിൽ തൂപ്പുകാരനായി മാറും. പാർട്ടിയോട് ബൂത്തിൽ പോയി പോസ്റ്റർ ഒട്ടിക്കലും കുഴികുത്തലും ആണ് തൻ്റെ ചുമതല എന്ന് പറഞ്ഞാൽ ഞാൻ ആ ചുമതല നിർവഹിക്കും. TCV ന്യൂസ്, തൃശൂർ. പ്രസിദ്ധമായ മച്ചാട് തിരുവാണിക്കാവ് മാമാങ്കം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് തട്ടക കുതിരകളുടെ എഴുന്നള്ളിപ്പ് തുടങ്ങുന്നതോടെ പ്രസിദ്ധമായ മച്ചാട് തിരുവാണിക്കാവ് മാമാങ്കത്തിന് തുടക്കമാകും. മാമാങ്കത്തിന് എഴുന്നള്ളിപ്പ് തട്ടകങ്ങളായ വിരുപ്പാക്ക, മണലിത്തറ, കരുമത്ര, പാർലിക്കാട്, മംഗലം എന്നിവിടങ്ങളിൽ നിന്നുള്ള എഴുന്നള്ളിപ്പ് കുതിരകൾ കുമരം കിണറ്റിങ്കര ക്ഷേത്രത്തിന് സമീപം എത്തിയതിനു ശേഷം ക്ഷേത്രത്തിലെ ഭഗവതി കുതിരകൾക്ക് ഒപ്പം തിരുവാണിക്കാവ് ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു. മാമാങ്കത്തോടനുബന്ധിച്ച് ഉച്ചയ്ക്ക് 2 മണിക്ക് തിരുവാണിക്കാവ് ക്ഷേത്ര സന്നിധിയിൽ പഞ്ചവാദ്യം ആരംഭിക്കും. വൈക്കം ചന്ദ്രൻ, കുനിശ്ശേരി ചന്ദ്രൻ എന്നിവർ പ്രാമാണികത്വം വഹിക്കും. 4 മണിക്ക് പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ മേളം നടക്കും. തുടർന്ന് വൈകിട്ട് 5:30 മാമാങ്കത്തിന്റെ പ്രധാന ആകർഷണമായ ക്ഷേത്രം ചുറ്റിയുള്ള കുതിരകളി, ഹരിജൻവേല എന്നിവ നടക്കും. മച്ചാട് മാമാങ്കം എഴുന്നള്ളിപ്പിനുള്ള കുതിരകൾ ഒരുക്കത്തിന്റെ അവസാന ഘട്ടത്തിൽ. എഴുന്നള്ളിപ്പ് കുതിരകളെ ഒരുക്കുന്നതിൽ സജീവമാണ് പ്രായഭേദമന്യേ തട്ടകവാസികൾ. തേക്ക് തടി കൊണ്ടുള്ള ഫ്രെയിമിൽ മുള അലകുകൾ കൊണ്ടാണ് കുതിരയുടെ രൂപത്തിന്റെ ആദ്യഘട്ടം ഒരുക്കുന്നത്. തുടർന്ന് വൈക്കോൽ ചുറ്റിപ്പൊതിഞ്ഞ്, പിന്നീട് വെളുത്ത തുണി പൊതിഞ്ഞ്, അതിനുമീതെ നിറമുള്ള തുണിയും പൊതിയുന്നതോടെ എഴുന്നള്ളിപ്പ് കുതിരകൾ തയ്യാറാവുന്നു. എന്നാൽ ഈ ഘട്ടത്തിൽ കുതിരകൾക്ക് തല ഉണ്ടാവുകയില്ല എന്നതാണ് പ്രത്യേകത. മാമാങ്ക ദിവസം രാവിലെ ദേശത്തെ തച്ചൻ പൂജ നടത്തിയതിനു ശേഷം മാത്രമാണ് കുതിരയ്ക്ക് തല വെച്ച് പിടിപ്പിക്കുന്നത്. ഇനി മണിക്കൂറുകൾ മാത്രമാണ് മച്ചാട് മാമാങ്കത്തിലെ പ്രധാന ആകർഷണമായ എഴുന്നള്ളിപ്പ് ഉള്ളത്. അവസാന ഘട്ടത്തിൽ തങ്ങളുടെ കുതിരകളുടെ മൂടി കൂട്ടുന്നതിനുള്ള ഉത്സാഹത്തിലാണ് തട്ടകത്തെ ആബാലവൃദ്ധം ജനങ്ങളും. ഗുരുവായൂർ ക്ഷേത്രത്തിൽ സ്വർണ്ണപ്പഴുക്ക മണ്ഡപത്തിൽ എഴുന്നള്ളിയ ഭഗവാനെ ദർശിച്ചത് പതിനായിരങ്ങൾ. ഉത്സവത്തിന്റെ 2ാം ദിവസം മുതൽ ആറാട്ട് വരെയുള്ള ദിവസങ്ങളിലാണ് ഭഗവാൻ പഴുക്ക മണ്ഡപത്തിൽ എഴുന്നള്ളുന്നത്. രാവിലെ പന്തിരടി പൂജയ്ക്ക് ശേഷം നാലമ്പലത്തിനകത്ത് സപ്തമാതൃക്കൾക്ക് സമീപവും രാത്രി വടക്കേനടയിലുമാണ് ഗുരുവായൂരപ്പന്റെ തങ്കത്തിടമ്പ് സ്വർണ്ണപ്പഴുക്ക മണ്ഡപത്തിൽ എഴുന്നള്ളിക്കുന്നത്. സ്വർണ്ണത്തിൽ ശ്രീകോവിലിന്റെ മാതൃകയിൽ തീർത്ത പഴുക്ക മണ്ഡപത്തിൽ ആലവട്ടം, വെൺചാമരം എന്നിവ കൊണ്ട് അലങ്കരിച്ച് വീരാളിപ്പട്ടിലാണ് ഭഗവത്തിടമ്പ് എഴുന്നള്ളിച്ചത്. 4 മണിക്കൂറിലേറെ സ്വർണ്ണപ്പഴുക്ക മണ്ഡപത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഭഗവാന് മുന്നിൽ ക്ഷേത്രവാദ്യങ്ങളും അരങ്ങേറി. ഗുരുവായൂർ ക്ഷേത്രോത്സവം 2ാം ദിവസത്തിലേക്ക് കടന്നതോടെ തങ്കത്തിടമ്പും കോലവും എഴുന്നള്ളിച്ചുള്ള ഗുരുവായൂരപ്പന്റെ രാജകീയ പ്രൗഢിയോടെയുള്ള എഴുന്നള്ളിപ്പ് ആരംഭിച്ചു. രാവിലെ ദിക്കൊടികൾ സ്ഥാപിച്ചതോടെയാണ് വിശേഷാൽ മേളങ്ങൾക്ക് തുടക്കമായത്. തന്ത്രി ചേനാസ് ശ്രീകാന്ത് നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ 4 ഇല്ലങ്ങളിൽ നിന്നുള്ള ഓദിക്കന്മാർ ചേർന്നാണ് ക്ഷേത്രത്തിന്റെ 8 ദിക്കുകളിലുമായി കൊടികൾ സ്ഥാപിച്ചത്. ദിക്കുകൊടികൾ ഉയർന്നതോടെ സ്വർണ്ണക്കൊടി മരച്ചുവട്ടിൽ പഞ്ചാരി മേളത്തിന് തുടക്കമായി. പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ 100ഓളം പേർ അണിനിരന്ന മേളം ആസ്വാദകരിൽ ആവേശമായി. കൊമ്പൻ വലിയ കേശവൻ കോലമേറ്റി. പട്ടുകുട, കൊടിക്കൂറ, തഴ, സൂര്യമറ എന്നിവയുടെ അകമ്പടിയോടെ രാജകീയ പ്രൗഢിയോടെയാണ് കണ്ണൻ എഴുന്നള്ളിയത്.
രാവിലെ നടന്ന ഉത്സവ കാഴ്ചശിവേലി ദർശിക്കാനും വിസ്തരിച്ച മേളം ആസ്വദിക്കാനുമായി ആയിരങ്ങളാണ് എത്തിയത്. രാവിലെ 11-നും രാത്രി 8-നും നടന്ന ശ്രീഭൂതബലി എഴുന്നള്ളിപ്പിൽ ആനയോട്ടത്തിലെ ജേതാവ് കൊമ്പൻ ഗോപികണ്ണൻ തിടമ്പെഴുന്നള്ളിച്ചു. ക്ഷേത്രം കൂത്തമ്പലത്തിൽ ചാക്യാർകൂത്തിനും രാത്രിയിലുമുള്ള പാഠകത്തിനും രണ്ടാം വിളക്കോടെ തുടക്കമായി. ഗുരുവായൂർ ക്ഷേത്രോത്സവം രണ്ടാം ദിവസത്തിലേക്ക് കടന്നതോടെ അഗ്രശാലി ഉണർന്നു. രാവിലെയുള്ള ഉത്സവ കാഴ്ചശിവേലിക്ക് ശേഷം കഞ്ഞിപ്പകർച്ച ആരംഭിച്ചു. പടിഞ്ഞാറേ നടയിലെ അന്നലക്ഷ്മി ഹാളിലാണ് പകർച്ച നടക്കുന്നത്. പകർച്ചയ്ക്ക് പുറമെ തെക്കേ നടയിൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ പ്രസാദ ഊട്ടും നടക്കുന്നുണ്ട്. പാളപ്ലേറ്റിലാണ് കഞ്ഞി നൽകുന്നത്. കഞ്ഞി കോരി കുടിക്കുവാൻ പ്ലാവിലിയാണ് ഉപയോഗിക്കുന്നത്. പന്തലിൽ ഒരേ സമയം 925 പേർക്ക് ഇരിക്കാനാകും. ദിവസം 25,000-ഓളം പേരെയാണ് പ്രസാദ ഊട്ടിന് പ്രതീക്ഷിക്കുന്നത്. ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് കെ വി മോഹൻദാസ് നിലവിളക്ക് കൊളുത്തി പ്രസാദ ഊട്ടിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഭരണസമിതി അംഗങ്ങളായ എ വി പ്രശാന്ത്, കെ കെ രാമചന്ദ്രൻ, പുഴമാക്കൽ വേണുഗോപാൽ, പി ഗോപിനാഥൻ, അഡ്മിനിസ്ട്രേറ്റർ സി സി ശശിധരൻ തുടങ്ങിയവർ സംസാരിച്ചു. ആകാശവാണി, ദൂരദർശൻ കേന്ദ്രങ്ങളുടെ മുൻ ഡയറക്ടറും എഴുത്തുകാരനുമായ സി പി രാജശേഖരന് സാംസ്കാരിക നഗരിയുടെ അന്ത്യാഞ്ജലി. ഹൃദയസംബന്ധമായ അസുഖത്തെ തുടർന്ന് ഞായറാഴ്ച പുലർച്ചെ അന്തരിച്ച സി പി രാജശേഖരന്റെ മൃതദേഹം സാഹിത്യ അക്കാദമി ഹാളിൽ പൊതുദർശനത്തിന് വെച്ചു. സാഹിത്യ അക്കാദമി പ്രസിഡന്റ് വൈശാഖൻ, DCC പ്രസിഡന്റ് TN പ്രതാപൻ, അനിൽ അക്കര MLA, മുൻ MLA TV ചന്ദ്രമോഹൻ, ഡോക്ടർ PV കൃഷ്ണൻ നായർ, ഡോക്ടർ NR ഗ്രാമപ്രകാശ് തുടങ്ങി സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽപ്പെട്ട പ്രമുഖരടക്കം നിരവധി പേർ സി പി രാജശേഖരന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. ഉച്ചയ്ക്ക് 2-ന് രാമവർമ്മപുരം മൈത്രി ലൈനിലെ ശിവമയം വീട്ടുവളപ്പിൽ മൃതദേഹം സംസ്കരിച്ചു. സി പി രാജശേഖരന്റെ മക്കളായ രാജകീർത്തി, ദിവ്യകീർത്തി എന്നിവരാണ് അന്ത്യകർമ്മങ്ങൾ ചെയ്തത്. അച്ഛന്റെ ആഗ്രഹം നിറവേറ്റുന്നതിനായി പെൺമക്കൾ അന്ത്യകർമ്മങ്ങൾ നിർവഹിക്കുകയായിരുന്നു. തന്റെ മരണശേഷം അന്ത്യകർമ്മങ്ങൾ പെൺമക്കൾ നിർവഹിക്കണമെന്ന് സി പി രാജശേഖരൻ മക്കളോട് പറഞ്ഞിരുന്നു. ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം. കാശ്മീർ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തും അതീവ ജാഗ്രത പുലർത്തണമെന്ന് കേന്ദ്ര ഇന്റലിജൻസ് വിഭാഗത്തിന്റെ മുന്നറിയിപ്പ്. രാജ്യത്ത് ഇനിയും സ്ഫോടന പരമ്പരകൾക്ക് സാധ്യതയുണ്ടെന്ന രഹസ്യാന്വേഷണ വിഭാഗങ്ങളുടെ മുന്നറിയിപ്പിനെ തുടർന്നാണ് ജനങ്ങൾ കൂടുതലായി എത്തുന്ന സ്ഥലങ്ങളിൽ അതീവ ജാഗ്രത പുലർത്തണമെന്ന് കേന്ദ്ര ഇന്റലിജൻസിന്റെ നിർദ്ദേശം. റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ, പാർക്കുകൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പ്രത്യേക നിരീക്ഷണം വേണമെന്നും നിർദ്ദേശമുണ്ട്. വിയൂർ സെൻട്രൽ ജയിലിൽ നിന്ന് തടവ് ചാടിയ കൊലക്കേസ് പ്രതിയെ 2 ആഴ്ച പിന്നിട്ടിട്ടും കണ്ടെത്താനായില്ല. തടവ് ചാടിയ പ്രതി ആന്ധ്രാപ്രദേശിലേക്ക് കടന്നതായി സൂചന. ഫെബ്രുവരി 3-നാണ് എറണാകുളം പുത്തൻകുരിശ് സ്വദേശി രഞ്ജൻ രക്ഷപ്പെട്ടത്. ജയിലിലെ ട്രാക്ടർ ഓടിച്ചിരുന്ന രഞ്ജൻ ജയിൽ ജീവനക്കാരുടെ കണ്ണുവെട്ടിച്ചാണ് രക്ഷപ്പെട്ടത്. ജയിൽ ചാടിയ പ്രതിയെ കണ്ടെത്താൻ വിയൂർ പോലീസും ജയിൽ അധികൃതരും വ്യാപകമായി അന്വേഷണം നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. തടവുപുള്ളി രക്ഷപ്പെട്ട സംഭവത്തിൽ വിയൂർ സെൻട്രൽ ജയിലിലെ അസിസ്റ്റന്റ് പ്രിസണർ ഓഫീസറെ അന്വേഷണ വിധേയമായി ജയിൽ DIG സസ്പെൻഡ് ചെയ്തിരുന്നു. രക്ഷപ്പെട്ട രഞ്ജന്റെ വീട്ടിലും ബന്ധുക്കളുടെ വീട്ടിലും പോലീസ് പരിശോധന നടത്തിയിരുന്നു. ഇതിനിടയിലാണ് രഞ്ജൻ ആന്ധ്രാപ്രദേശിലേക്ക് കടന്നതായി അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചത്. രഞ്ജന്റെ ബന്ധുക്കൾക്ക് വന്ന ഫോൺ വിളിയുടെ അടിസ്ഥാനത്തിലാണ് പ്രതി ആന്ധ്രാപ്രദേശിൽ ഉണ്ടെന്ന് അന്വേഷണ സംഘം വിലയിരുത്തുന്നത്. വീണ്ടും ഇടവേള. This Valentine's Day, celebrate love with Jose Alucas. An all-new collection of diamond jewelry is now in stores. Let love sparkle. This Valentine's Day, celebrate love with Jose Alucas. An all-new collection of diamond jewelry is now in stores. Let love sparkle. Jose Alucas. തൃശൂർ എമ്മോ റോഡിലെ സബ്വേ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുന്നു. സബ്വേയുടെ 1-ാം ഘട്ട കോൺക്രീറ്റ് പ്രവർത്തികൾ ചൊവ്വാഴ്ച നടക്കും. സബ്വേയുടെ അടിപ്പാതയുടെ കോൺക്രീറ്റിംഗാണ് നാളെ നടക്കുക. വശങ്ങളിലെ കോൺക്രീറ്റ് വാൾ നിർമ്മാണവും ഇതോടൊപ്പം ആരംഭിക്കും. സബ്വേ നിർമ്മാണ പുരോഗതി മേയറുടെ നേതൃത്വത്തിലുള്ള സംഘം വിലയിരുത്തി. സമയബന്ധിതമായി സബ്വേ നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് മേയർ അറിയിച്ചു. ഏപ്രിൽ 30-ാം തീയതിക്കകം പൂർത്തിയാക്കുന്ന രീതിയിലുള്ള സബ്വേയുടെ പണിയാണ് തുടക്കം കുറിച്ചിട്ടുള്ളത്. കോൺക്രീറ്റ് ചെയ്യുന്ന പ്രവൃത്തിയും സൈഡ് കോൺക്രീറ്റ് ചെയ്യുന്ന പ്രവൃത്തിയും പെട്ടെന്ന് നടക്കും. അപ്പോൾ പകുതി പണി പൂർത്തീകരിച്ചു. പിന്നെ അതിൻ്റെ മുകളിൽ സ്ലാബ് ഇടുന്ന പ്രവൃത്തി കൂടിയാണ്. വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ വിചാരിച്ചേക്കാൾ കൂടുതൽ വേഗത്തിൽ പണി നടക്കുന്നു എന്നുള്ളതാണ്. 1,53 ലക്ഷം രൂപയാണ് സബ്വേ നിർമ്മാണത്തിനായി വകയിരുത്തിയിരിക്കുന്നത്. എമ്മോ റോഡിലെ സബ്വേ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ നഗരത്തിലെ 3 സബ്വേകൾ യോജിപ്പിച്ച ഫുട്പാത്തിൽ ഏകീകൃത ഡിവൈഡർ സംവിധാനം കൊണ്ടുവരും. കാൽനടയാത്രക്കാർ നഗരത്തിലെയും സ്വരാജ് റൗണ്ടിലെയും വിവിധ ഭാഗങ്ങളിൽ റോഡ് മുറിച്ചു കടക്കുന്നത് ഒഴിവാക്കുന്നതിനായാണ് ഏകീകൃത ഡിവൈഡർ സംവിധാനം കൊണ്ടുവരുന്നത്. 3 സബ്വേനും കൂടി കണക്ട് ചെയ്ത്
ആളുകളെ നിർബന്ധപൂർവ്വം ഇതിലേക്ക് കടത്തിവിടാൻ കഴിയാവുന്ന വിധത്തിൽ ലോക്ക് ചെയ്യും. അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് സബ്വേ നിർമ്മാണം നടക്കുന്നത്. ആധുനിക യന്ത്ര സംവിധാനങ്ങൾ ഉപയോഗിച്ച് രാത്രിയും പകലുമായാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. TCV തൃശൂർ. ദേശീയപാത 66 കയ്പമംഗലം ബോർഡിനടുത്ത് ബൈക്കുകൾ കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. കഴിമ്പ്രം സ്വദേശികളായ കാഞ്ഞിരപ്പറമ്പിൽ പ്രിയന്റെ മകൻ അനന്തു, പടിഞ്ഞാറേപ്പുരയ്ക്കൽ വിനോദിന്റെ മകൻ നിഖിൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒരേ ദിശയിലൂടെ വന്നിരുന്ന ബൈക്കുകളാണ് അപകടത്തിൽപ്പെട്ടത്. കേരള സംസ്ഥാന കാർഷിക യന്ത്രവൽക്കരണ മിഷന്റെയും കാർഷിക യന്ത്ര പരിരക്ഷണ യജ്ഞത്തിന്റെയും ഉദ്ഘാടനം തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ നടന്ന ചടങ്ങിൽ പ്ലാവിൻ തൈ നട്ടുകൊണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി AC മൊയ്തീൻ നിർവഹിച്ചു. കൃഷി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ മൊബൈൽ കാർഷിക യന്ത്ര അറ്റകുറ്റപ്പണി യൂണിറ്റിന്റെ ഫ്ളാഗ് ഓഫ് വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് നിർവഹിച്ചു. ചെറുതാഴം കാർഷിക കർമ്മസേനയുടെ കേടുവന്ന ട്രാക്ടർ പൂർണ്ണമായി അറ്റകുറ്റപ്പണികൾ നടത്തി ഉപയോഗയോഗ്യമാക്കിയത് കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ P ചന്ദ്രബാബു കൈമാറി. കാർഷിക സേവന കേന്ദ്രം, കാർഷിക കർമ്മസേന എന്നിവയുടെ മാർഗരേഖ പുസ്തകം വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസിന് കൈമാറി. CN ജയദേവൻ MP, അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ കമ്മീഷണർ ദേവേന്ദ്രകുമാർ സിംഗ്, മേയർ അജിത വിജയൻ തുടങ്ങിയവർ പങ്കെടുത്തു. പുന്നിയൂർ പഞ്ചായത്തിലെ കടൽ തീരങ്ങളിൽ ഗ്രീൻ ഹാബിറ്റാറ്റിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന കടലാമ സംരക്ഷണ പ്രവർത്തനങ്ങൾ പരിചയപ്പെടുത്തുന്ന സംസ്ഥാനതല പഞ്ചായത്ത് ദിനാഘോഷങ്ങളോടനുബന്ധിച്ചുള്ള പ്രദർശനത്തിലെ സ്റ്റാൾ ഏവരുടെയും ശ്രദ്ധയാകർഷിക്കുന്നതാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടലാമകൾ മുട്ടയിടാനെത്തുന്ന ചാവക്കാട് പുന്നിയൂർ പഞ്ചായത്തിലെ കടൽത്തീരങ്ങളിൽ കഴിഞ്ഞ 20 വർഷക്കാലമായി കടലാമ സംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന ഗ്രീൻ ഹാബിറ്റാറ്റിന്റെ മഹനീയ സേവനങ്ങളെ ഏവർക്കും പരിചയപ്പെടുത്തുകയാണ് സ്റ്റാളിൽ ഒരുക്കിയിട്ടുള്ള ചിത്രങ്ങളും കുറിപ്പുകളുമെല്ലാം. വംശനാശ ഭീഷണി നേരിടുന്ന കടലാമകളെ സംരക്ഷിക്കുന്ന പ്രവർത്തനങ്ങളിൽ 1999 മുതൽ വ്യാപൃതരാണ് ഗ്രീൻ ഹാബിറ്റാറ്റിന്റെ സന്നദ്ധ സേവകർ. പുന്നിയൂർ പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളും ഈ പ്രവർത്തനങ്ങളിൽ സഹകരിക്കുന്നുവെന്നത് ഗ്രീൻ ഹാബിറ്റാറ്റിന്റെ പ്രവർത്തന മികവാണ് കാണിക്കുന്നത്. ഗ്രീൻ ഹാബിറ്റാറ്റിന്റെ സേവനങ്ങൾ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുകയും കടലാമ സംരക്ഷണത്തിന്റെ പ്രാധാന്യം സാധാരണക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യാൻ ഏറെ പ്രയോജനപ്രദമാണ് പഞ്ചായത്ത് ദിനാഘോഷത്തോടനുബന്ധിച്ച് തേക്കിൻകാട് മൈതാനിയിൽ തെക്കേ ഗോപുരനടയ്ക്ക് സമീപം ഒരുക്കിയിരിക്കുന്ന പ്രദർശനത്തിലെ ഗ്രീൻ ഹാബിറ്റാറ്റിന്റെ സ്റ്റാൾ. ഗ്രീൻ ഹാബിറ്റാറ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ MJ ജെയിംസ്, കടലാമ സംരക്ഷണ ഓഫീസർ സലീം ഐ ഫോക്കസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് കൂട്ടായി നിരവധി യുവാക്കളും സന്നദ്ധ പ്രവർത്തകരുമുണ്ട്. TCV ന്യൂസ്, തൃശൂർ. കേന്ദ്രത്തിലേത് പശുഭരണമാണെന്ന് ചിന്തകനും മനുഷ്യാവകാശ പ്രവർത്തകനുമായ ഡോക്ടർ രാം പുനിയാനി പറഞ്ഞു. സാംസ്കാരിക പ്രവർത്തകരുടെ കൂട്ടായ്മയായ സെക്കുലർ കളക്ടീവ് തൃശൂരിൽ സംഘടിപ്പിച്ച ഓർമ്മയും പ്രതിരോധവും എന്ന പരിപാടി ഉദ്ഘാടനം ചെയ്ത് വർഗീയ ഫാസിസവും ഇന്ത്യൻ മതനിരപേക്ഷതയും എന്ന വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംഘപരിവാറിന്റെ ഹിന്ദുത്വവാദത്തെ വളരെ ഗൌരവമായി കാണണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സാഹിത്യ അക്കാദമി ബഷീർ വേദിയിൽ നടന്ന ചടങ്ങിൽ ചലച്ചിത്രകാരൻ PT കുഞ്ഞുമുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. കേരളീയ നവോത്ഥാനത്തിലെ ഇടർച്ചകൾ എന്ന വിഷയത്തിൽ KEN പ്രഭാഷണം നടത്തി. ഡോക്ടർ C രാവുണ്ണി, KB വേണു, PS ഇക്ബാൽ, KL ജോസ്, അഡ്വക്കേറ്റ് RK ആശ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് ഊരാളി ബാൻഡിന്റെ പാട്ടും പറച്ചിലും എന്ന കലാപരിപാടിയും അരങ്ങേറി. തൃശൂർ ജനതയുമായി 37 വർഷം നീണ്ടുനിന്ന കത്തിടപാടുകളിൽ നിന്നും അരങ്ങത്ത് രാമൻകുട്ടി വിടവാങ്ങാനൊരുങ്ങുകയാണ്. കേരളത്തിലെ മികച്ച പോസ്റ്റ്മാൻ എന്ന പദവിയുടെ തലയെടുപ്പുമായാണ് രാമൻകുട്ടി സേവനത്തിന്റെ പടിയിറങ്ങുന്നത്. ഇത് വാട്സാപ്പും ഫേസ്ബുക്കും ഇമെയിലുമെല്ലാം കണ്ടുപിടിക്കുന്നതിന് മുൻപുള്ള കഥയാണ്. കഥാപാത്രത്തിന്റെ പേര് അരങ്ങത്ത് രാമൻകുട്ടി. കാക്കിയുടുപ്പും കാലൻകുടയും രാമച്ചുത്തൊപ്പിയും കക്ഷത്തിൽ ഒരു കെട്ട് കത്തുകളുമായി നമ്മുടെ വീടുകളിലെ നിത്യസന്ദർശകനായിരുന്നു ഇയാൾ. തൃശൂർ ജനതയുടെ ഗൃഹാതുരമായ ഓർമ്മകളിൽ ഒഴിവാക്കാനാകാത്ത സാന്നിധ്യമാണ് ഈ കഥാപാത്രം. ഇന്നാട്ടുകാർ ആദ്യമായി കോളേജ് അഡ്മിഷൻ കാർഡും ജോലി നിയമനങ്ങളും പ്രണയലേഖനങ്ങളും ആശംസാക്കുറിപ്പുകളും ഗൾഫിൽ നിന്നുള്ള പ്രിയപ്പെട്ടവരുടെ എഴുത്തുകളും ഏറ്റുവാങ്ങിയത് ഈ കൈകളിൽ നിന്നായിരിക്കും. PSC ജോലി വന്നിട്ട് നമ്മൾ ആളന്വേഷിച്ച് പിടിച്ച് കൊടുത്തതുണ്ടായിട്ടുണ്ട്. കാരണം PSC വന്നിട്ട്, കാരണം അത്രയ്ക്കുള്ള ഒരു സമയം അന്ന് വിളിച്ചു പറയാൻ പറ്റില്ലല്ലോ, മൊബൈൽ സംവിധാനം ഇല്ല. ഇന്ന് അങ്ങനെയില്ല. ഇന്നിപ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാം ഇലക്ട്രോണിക്. പക്ഷേ ഇന്നും ഇൻ്റർവ്യൂ കാർഡൊക്കെ ഞങ്ങളുടെ പോസിറ്റീവ് പാർട്ടിൻ്റെ വരുന്നത്. 37 വർഷം കൊണ്ട് തൃശ്ശൂരിന്റെ ചരിത്രത്തിനൊപ്പം വളർച്ചയ്ക്കൊപ്പം സഹയാത്രികനായിരുന്നു ഈ മനുഷ്യൻ. ഇത്രയും കാലം സ്വന്തം വീട്ടിലെ ഒരംഗത്തെ പോലെ സൗഹൃദം പങ്കുവച്ച ഒരാൾ. നമ്മുടെ ഓരോ സുഖദുഃഖങ്ങളിലും നമുക്കൊപ്പം ഉണ്ടായിരുന്നയാൾ. പഴയ എക്സ്പ്രസും ചാക്കോള ട്രോഫിയും മാർപ്പാപ്പയുടെ വരവും ലീഡറുടെ പ്രതാപകാലവും തീറ്ററപ്പായിയും നവാബ് രാജേന്ദ്രനുമെല്ലാം അടങ്ങുന്ന തൃശ്ശൂരിന്റെ പോയ കാലത്തിലൂടെ നടന്ന് സ്വയം ചരിത്രം തീർത്തൊരാൾ.
കാലഭ്രമണത്തിനിടയിൽ, ആഗോളവൽക്കരണ കാലത്തിനിടയിൽ നമ്മുടെ ജീവിത പരിസരങ്ങളിൽ നിന്നും ഓർമ്മകളിൽ നിന്നു പോലും പതുക്കെ പതുക്കെ അകന്നുകൊണ്ടിരിക്കുന്നയാൾ. പണ്ട് രാമൻകുട്ടി കൊണ്ടുവന്നിരുന്ന കൂലിക്കത്തിനായി കാത്തിരുന്ന പ്രണയിനികൾ ഇന്നില്ല. എല്ലാ ദിവസവും മണി ഓർഡർ കൊണ്ടുകൊടുത്തിരുന്ന പഴയ നടക്കാവിലെ സുബ്ബരാമ ജോത്സ്യർ ഇന്നില്ല. പ്രതിദിനം വന്നെത്തിയിരുന്ന 600ഓളം വരുന്ന കത്തുകളുടെ ഭാരമില്ല. ഗൾഫിൽ നിന്ന് കത്തുകളായും മണി ഓർഡറായും വന്നെത്തിയിരുന്ന കുറിമാനങ്ങളില്ല. ആശംസാ കാർഡുകളുടെ അതിപ്രസരമില്ല. എന്നിട്ടും കഥാവശേഷനാകാതെ സൗഹൃദങ്ങളുടെ സഹയാത്രികനായി രാമൻകുട്ടി കർമ്മനിരതനാണ്. സ്ഥിരമായിട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ടൗണിൽ തന്നെ പഴയ നടക്കാവിൽ സ്ഥിരമായിട്ട് കത്തിരുന്ന ടി സരന്തരാമൻ. പിന്നെ മണി ഓർഡർ വന്നിരുന്നത് സ്ഥിരമായിട്ട് സുബ്രാമ ജോഷിയർ എന്ന് പറയും. പഴയ നടക്കാവിൽ ആൾ മരിച്ചുപോയി. എല്ലാ ദിവസവും ഉണ്ടാവും. 10-15 രൂപ 20 രൂപ മണി ഡെയിലി ഉണ്ടാവും. ഒരു ഫാമിലി ബന്ധം പോലെയാണ് ഇന്ന് വരെ. നമ്മുടെ ലൈനിൽ ഒരു കല്യാണം വരെയുണ്ടെങ്കിൽ നമ്മളെ അവർ വിളിച്ചിരിക്കും. വിരമിക്കൽ വർഷത്തിൽ രാമൻകുട്ടിക്ക് ലഭിച്ച മികച്ച പോസ്റ്റ്മാൻ എന്ന സംസ്ഥാന പുരസ്കാരവും 2003 ലഭിച്ച തൃശൂർ ഡിവിഷനിലെ മികച്ച പോസ്റ്റ്മാനുള്ള പുരസ്കാരവും വിവിധ ആദരവും സ്വീകരണവുമെല്ലാമാണ് ഈ മനുഷ്യന്റെ ജീവിത കുർബാനത്തിലെ ബാക്കി പത്രം. ഒപ്പം കലവൂർ രവികുമാറിന്റെ ഒരിടത്തൊരു പുഴയുണ്ടായിരുന്നുവെന്ന സിനിമയിൽ പോസ്റ്റ്മാനായി അഭിനയിച്ചതും. കൂട്ടിനൊരു സൈക്കിൾ പോലുമില്ലാതെ ഇത്രയും നാൾ നടന്നു തീർത്ത കർമ്മവീതിയിൽ നിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ സൗഹൃദവും സന്തോഷവും കൂട്ടിത്തുന്നിയ ഓർമ്മക്കുറിപ്പടികളാണ് ബാക്കിയാകുന്നത്. ഭാര്യ സുലോചനയ്ക്കും മകൾ രാധികയ്ക്കും മരുമകൻ പ്രവീൺ കുമാറിനും പേരക്കുട്ടികൾക്കുമൊപ്പം വിശ്രമ ജീവിതത്തിലേക്ക് ചുവടുവയ്ക്കാൻ ഒരുങ്ങുമ്പോഴും നടന്നു തീർത്ത വഴിത്താരകളിലെ നന്മ മാത്രമാണ് ജീവിതത്തിലെ വലിയ ഈടുവയ്പെന്ന് ഈ പോസ്റ്റ്മാൻ തിരിച്ചറിയുന്നുണ്ട്. ആ തിരിച്ചറിവിന് മുന്നിൽ സ്നേഹപ്രണാമങ്ങളോടെ രാമൻകുട്ടി തന്റെ കത്ത് ചുരുക്കുകയാണ്. TCV ന്യൂസ്, തൃശൂർ. ഇടവേള. ഒരു ബിൽഡർ എന്ന നിലയിൽ ഗുണമേന്മയിൽ നോ കോംപ്രമൈസ്. അതുകൊണ്ട് തന്നെ എന്റെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും കേബിൾ പോയിന്റ്, where you can see and feel just about the entire range of electrical products. The complete hypermarket for all electrical products. Electrical switches, fans, wires, decorative lamps എന്നിവയുടെ അതിവിപുലമായ കളക്ഷൻ. മികച്ച ഗുണമേന്മയോടൊപ്പം കുറഞ്ഞ വില. നിങ്ങളും റെക്കമെൻഡ് ചെയ്യും. ന്യൂ കേബിൾ പോയിന്റ്, ശങ്കരയ്യർ ജംഗ്ഷൻ, MG റോഡ്, തൃശൂർ. വാർത്തകളിലേക്ക്. തൃശൂർ പൂരം പ്രദർശനത്തിന്റെ കാൽനാട്ട് കർമ്മ നടന്നു. പാറമേക്കാവ് ക്ഷേത്രത്തിന് എതിർവശം വടക്കുനാഥ ക്ഷേത്ര മൈതാനിയിലെ പൂരം പ്രദർശന ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ ഭൂമി പൂജയ്ക്ക് ശേഷം കാൽനാട്ട് കർമ്മം നിർവഹിച്ചു. കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ, മേയർ അജിത വിജയൻ, മുൻ മേയർ അജിത ജയരാജൻ, മുൻ സ്പീക്കർ തേർമിൽ രാമകൃഷ്ണൻ, മുൻ MLA TV ചന്ദ്രമോഹൻ, പൂരം എക്സിബിഷൻ കമ്മിറ്റി പ്രസിഡന്റ് K സതീഷ് മേനോൻ, സെക്രട്ടറി P രാധാകൃഷ്ണൻ, തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി പ്രൊഫസർ M മാധവൻകുട്ടി, പ്രസിഡന്റ് പ്രൊഫസർ P ചന്ദ്രശേഖരൻ, പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി G രാജേഷ്, വൈസ് പ്രസിഡന്റ് VM ശശി, ജോയിന്റ് സെക്രട്ടറി K മഹേഷ്, കോർപ്പറേഷൻ കൌൺസിലർമാർ, പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വം കമ്മിറ്റി അംഗങ്ങൾ, തട്ടക നിവാസികൾ തുടങ്ങിയവർ കാൽനാട്ട് കർമ്മത്തിൽ പങ്കെടുത്തു. വിശിഷ്ട വ്യക്തികൾ ഭദ്രദീപം തെളിയിച്ച ശേഷമായിരുന്നു കാൽനാട്ട്. കറേക്കാട് രാമൻ നമ്പൂതിരി, കീരമ്പിള്ളി വാസുദേവൻ നമ്പൂതിരി എന്നിവരുടെ കാർമ്മികത്വത്തിൽ ഭൂമിപൂജയും നടന്നു. അയനം സാംസ്കാരിക വേദി ഏർപ്പെടുത്തിയ CV ശ്രീരാമൻ കഥാപുരസ്കാരം CS ചന്ദ്രിയയ്ക്ക് സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. DC ബുക്സ് പ്രസിദ്ധീകരിച്ച എന്റെ പച്ചക്കരിമ്പെ എന്ന പുസ്തകമാണ് അവാർഡിന് അർഹമായത്. 11,111 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. മാർച്ച് 1 വൈകിട്ട് 5 മണിക്ക് സാഹിത്യ അക്കാദമി ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ ചലച്ചിത്ര സംവിധായകൻ TV ചന്ദ്രൻ പുരസ്കാരം സമ്മാനിക്കും. വാർത്താസമ്മേളനത്തിൽ സാഹിത്യ അക്കാദമി പ്രസിഡന്റ് വൈശാഖൻ, ഡോക്ടർ NR ഗ്രാമപ്രകാശ്, പ്രൊഫസർ TR ഹാരി, വിജേഷ് എടക്കുന്നി എന്നിവർ പങ്കെടുത്തു. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ നടന്നുവരുന്ന 25ാമത് അഖിലേന്ത്യാ അന്തർ സർവകലാശാല പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ 63 കിലോഗ്രാം പെൺകുട്ടികളുടെ വിഭാഗം മത്സരത്തിൽ മലയാളി പെൺകുട്ടിക്ക് സ്വർണം. 520 പോയിന്റോടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ TC റേയാണ് സ്വർണ്ണ മെഡലിന് അർഹയായത്. ചാമ്പ്യൻഷിപ്പിൽ 53 പോയിന്റോടെ ആതിഥേയരായ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വനിതാ വിഭാഗം ചാമ്പ്യന്മാരായി. ഇരിങ്ങാലക്കുട ബിഷപ്പ് മാർ പുളി കണ്ണുകാടൻ ചാമ്പ്യൻഷിപ്പ് ട്രോഫി സമ്മാനിച്ചു. ചൊവ്വാഴ്ച മത്സരങ്ങളില്ല. ബുധനാഴ്ചയാണ് പുരുഷ വിഭാഗം മത്സരങ്ങൾ ആരംഭിക്കുന്നത്. ഈ മാസം 23-ന് ചാമ്പ്യൻഷിപ്പ് സമാപിക്കും. തിരുനെൽവേലി ഗാന്ധിധാം പ്രതിവാര ഹംസഫർ എക്സ്പ്രസിന് തൃശൂരിൽ സ്റ്റോപ്പ് അനുവദിച്ചു. പരീക്ഷണാടിസ്ഥാനത്തിൽ 6 മാസത്തേക്കാണ് സ്റ്റോപ്പ് അനുവദിച്ചിട്ടുള്ളത്. ഇടക്കുളം സ്വദേശി വിപിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് 2 പേർ പോലീസ് കസ്റ്റഡിയിൽ. മാപ്രാണം സ്വദേശി ഓട്ടറാത്ത് വീട്ടിൽ വിപിൻ തലക്കടിയേറ്റ് മരിച്ച സംഭവത്തിലാണ് ഇടക്കുളം സ്വദേശികളായ ജിതേഷ്, അബി എന്നിവർ പോലീസ് പിടിയിലായിട്ടുള്ളത്. സംഭവവുമായി ബന്ധപ്പെട്ട് 6-അംഗ സംഘത്തിനെതിരെ കാട്ടൂർ പോലീസ് കഴിഞ്ഞ ദിവസം കൊലപാതകത്തിന് കേസെടുത്തിരുന്നു. ഒളിവിൽ പോയ പ്രതികളിൽ 2 പേരെയാണ് കസ്റ്റഡിയിലെടുത്തത്. എടക്കുളത്ത് വിവാഹ വീട്ടിൽ പോയി മടങ്ങിവരുമ്പോൾ സംഘം വിപിനെ ആക്രമിക്കുകയായിരുന്നു. അശ്വിനി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ദിവസമാണ് വിപിൻ മരിച്ചത്.
കാശ്മീരിൽ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച ജവാൻ വി വസന്തകുമാറിന്റെ കുടുംബത്തിന് ടോമിയാസ് അഡ്വർടൈസിംഗ് 1 ലക്ഷം രൂപ സഹായം നൽകും. ഈ മാസം 24-ന് വയനാട്ടിലെ പൂക്കോടുള്ള വസന്തകുമാറിന്റെ വീട്ടിൽ നടക്കുന്ന ചടങ്ങിൽ ടോമിയാസ് മാനേജിംഗ് ഡയറക്ടർ തോമസ് പാവറട്ടി കുടുംബാംഗങ്ങൾക്ക് സഹായം കൈമാറും. ഇനി വാണിജ്യം. തൃശൂർ റെയിൽവേ സ്റ്റേഷന്റെ മുഖം മിനുക്കി നൽകി സപ്തവർണ്ണ ബിൽഡേഴ്സ് മാതൃകയായി. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ കവാടത്തിന്റെ മുഖം മിനുക്കിയും കവാടത്തിന് അനുബന്ധമായി നടപ്പാതയിൽ ടൈൽസ് വിരിച്ചും ഇരുവശങ്ങളിലും ചെടികൾ വെച്ച് അലങ്കരിച്ചും ആധുനിക രീതിയിലുള്ള പൂന്തോട്ടങ്ങൾ ഒരുക്കിയുമാണ് സപ്തവർണ്ണ ബിൽഡേഴ്സ് സേവനത്തിന്റെ ഉദാത്ത മാതൃകയായത്. കൂടാതെ വെളിച്ച സംവിധാനം, തൂണുകളിലും ചുമരുകളിലും വർണ്ണചിത്രങ്ങൾ തീർക്കൽ, വിശ്രമമുറിയിൽ സൗകര്യങ്ങൾ ഒരുക്കൽ, മഴ വെയിൽ സംരക്ഷണ ഷെൽട്ടർ ഒരുക്കൽ എന്നിവയും ചെയ്തിട്ടുണ്ട്. റെയിൽവേ സീനിയർ ഡിവിഷണൽ കമേഴ്സ്യൽ മാനേജർ ഡോക്ടർ രാജേഷ് ചന്ദ്രൻ, തൃശൂർ സ്റ്റേഷൻ ഡയറക്ടർ KM ഭാഷ, ലയൺസ് ക്ലബ് ഡിസ്ട്രിക്ട് ഗവർണർ ED ദീപക്, സപ്തവർണ്ണ ബിൽഡേഴ്സ് മാനേജിംഗ് ഡയറക്ടർ K മധുസൂദനൻ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ മാനേജർ KR ജയകുമാർ, ഡെപ്യൂട്ടി സ്റ്റേഷൻ മാനേജർ K ഗോപിനാഥ്, ചീഫ് കമേഴ്സ്യൽ ഇൻസ്പെക്ടർ പ്രസൂൺ S കുമാർ, സപ്തവർണ്ണ ബിൽഡേഴ്സ് ഡയറക്ടർ ഡേവിസ് ജോസഫ് പാലയൂർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. തൃശൂരിലെയും ഗുരുവായൂരിലെയും പ്രധാന ഫ്ളാറ്റ് നിർമ്മാതാക്കളായ സപ്തവർണ്ണ ബിൽഡേഴ്സ് പ്രളയസമയത്ത് നിരവധി വീടുകൾ ശുചീകരിച്ചു നൽകി മാതൃകയായിരുന്നു. ഒരിക്കൽ കൂടി നോക്കാം പ്രധാന വാർത്തകൾ. കാഞ്ഞാണിയിൽ വൻ കഞ്ചാവ് വേട്ട. അന്തിക്കാട് പോലീസ് പിടികൂടിയത് 42 കിലോ കഞ്ചാവ്. എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികളായ 2 പേർ പിടിയിൽ. TNT കുരുക്കമ്പനിയെക്കുറിച്ച് കൂടുതൽ പരാതികൾ. കുന്നംകുളം സ്റ്റേഷനിൽ മാത്രം ലഭിച്ചത് 400-ലേറെ പരാതികൾ. കുരുക്കമ്പനിയുടെ കുന്നംകുളം ശാഖയിൽ പോലീസ് പരിശോധന നടത്തി. ഹർത്താലിനെതിരെ ഹൈക്കോടതി. മിന്നൽ ഹർത്താൽ ആഹ്വാനം ക്രിമിനൽ കുറ്റമെന്ന കോടതി. ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തു. യൂത്ത് കോൺഗ്രസിന്റെ അപ്രതീക്ഷിത ഹർത്താലിൽ വലഞ്ഞ് ജനം. തൃശൂരിൽ നടത്തിയ പ്രകടനത്തിൽ സംഘർഷം. കോൺഗ്രസിലെ സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥികളെ തള്ളി DCC പ്രസിഡന്റ്. സ്ഥാനാർത്ഥികളെ ഹൈക്കമാൻഡ് നിശ്ചയിക്കുമെന്ന TN പ്രതാപൻ. ജയം മാത്രമായിരിക്കും സ്ഥാനാർത്ഥി നിർണയത്തിന്റെ മാനദണ്ഡമെന്നും പ്രതാപൻ. പ്രസിദ്ധമായ മച്ചാട് തിരുവാണിക്കാവ് മാമാങ്കം ചൊവ്വാഴ്ച. മാമാങ്കം എഴുന്നള്ളിപ്പിനുള്ള കുതിരകൾ ഒരുക്കത്തിന്റെ അവസാന ഘട്ടത്തിൽ. ആവേശത്തിമർപ്പിൽ തട്ടകങ്ങൾ. ഈ ബുള്ളറ്റിൻ പുറമാകുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് TCV ഓൺലൈൻ സന്ദർശിക്കും. നമസ്കാരം.